അധികാരമോഹങ്ങളില്ലാത്ത ചുരുക്കം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ഉഴവൂർ വിജയൻ. കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന ഉഴവൂർ പിന്നീട് NCPയിൽ ചേർന്ന ഇടതുപക്ഷത്തിനൊപ്പം യാത്ര തുടരുകയായിരുന്നു. എന്നും സാധാരണക്കാർക്കൊപ്പം നിൽക്കാനും ഉഴവൂർ വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ശ്രമിച്ചിരുന്നു. ഉഴവൂർ കാരംകുന്നേൽ വീട്ടിൽ ഗോപാലൻ കമല ദമ്പതികളുടെ മകനായി 1952 മാർച്ച് 20-നാണ് ഉഴവൂർ വിജയന്റെ ജനനം. സെന്റ് സ്റ്റീഫൻ കോളേജിലെ പഠനകാലത്തടക്കം സജീവ KSU പ്രവർത്തകനായിരുന്ന ഉഴവൂർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമായി. പിന്നീട് കോൺഗ്രസിലെ തർക്കങ്ങളെ തുടർന്ന് വയലാർ രവി, PC ചാക്കോ, ആന്റണി എന്നിവർക്കൊപ്പം കോൺഗ്രസ് എസിലേക്ക് ചേക്കേറി. എന്നാൽ നേതാക്കൾ തിരികെ മടങ്ങിയിട്ടും ഉഴവൂർ കോൺഗ്രസ് എസിൽ തുടർന്നു. പിന്നീട് 99-ൽ NCP രൂപീകരിക്കപ്പെട്ടപ്പോൾ ശരത് പവാറിനൊപ്പം NCPയുടെ ഭാഗമായി. 2 തവണ കോട്ടയം ജില്ലാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉഴവൂർ 2001-ൽ KM മാണിക്കെതിരെ നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും തോൽവിയായിരുന്നു ഫലം. വികലാംഗ ക്ഷേമ പെൻഷൻ ബോർഡ് ചെയർമാൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2015-ലാണ് NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. നേതൃത്വത്തിൽ സജീവമായി തുടരുന്നതിനിടെയാണ് ഉദരസംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ഉഴവൂരിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലധികം നീണ്ട സജീവ പൊതുജീവിതത്തിന് വിരാമമിട്ടാണ് ഉഴവൂർ യാത്രയാകുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.